ഹലോ ഫ്രണ്ട്സ്, ഈ ചട്ട ഇട്ടത് കണ്ട് നിങ്ങൾ ആരും ഒന്നും വിചാരിക്കേണ്ട. അത് നമുക്കൊരു ചെറിയ സീക്രട്ട്. അപ്പം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇതുപോലെ മണ്ണൊക്കെ ഞാൻ കിളച്ച് കുറച്ച് ദിവസമായി. ഇതിൽ ചാണകപ്പൊടി, ആട്ടുംകാഷ്ടം, പിന്നെ അതുപോലെ നമ്മുടെ വേസ്റ്റുകളുണ്ടല്ലോ, പച്ചക്കറി വേസ്റ്റുകളൊക്കെ ഇതാക്കി വെച്ച് ഉണക്കിയിട്ട് പൊടികളുണ്ട് അതിൽ. ഞാൻ കുറച്ച് ദിവസമായി ഇത് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ഞാനിത് ചട്ടിയിലേക്ക് നിറയ്ക്കുകയാണ് കേട്ടോ. പിന്നെ അതുമല്ല കേട്ടോ, ഇതിൽ നിറയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞ ചട്ട വെച്ച കാര്യം, നമ്മൾ ചട്ടകളൊന്നും കത്തിച്ച് കളയരുത് കേട്ടോ. ചട്ടകളൊക്കെ നമുക്കിതുപോലെ ചെടിച്ചട്ടിയിലോ ചാക്കിലോ നിങ്ങൾ ഏതിലാണ് തൈകൾ നടാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലേക്ക് നിറച്ച് കൊടുക്കട്ടോ. കത്തിക്കുകയേ ചെയ്യരുതേ. പിന്നെ ഞാൻ ചെയ്തത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനിതുപോലെ 2 ദിവസം കൂടുമ്പോഴേ ഉള്ളൂ ഞാൻ ചെടികൾ നനയ്ക്കാറുള്ള. വെള്ളത്തിൻ്റെ ക്ഷാമം കാരണമാണ് അത്. പിന്നെ അതിന് വലിയൊരു പ്രചോദനമാണ് നമ്മൾ ഈ കടലാസും ചട്ടകളൊക്കെ വെക്കുന്നത് കേട്ടോ, ഇട്ട് കൊടുക്കുന്നത് ചട്ടിയുടെ അടിയിൽ. ഞാൻ പച്ചക്കറി നടാൻ പ്രാവശ്യം കുറേ വൈകിപ്പോയി. എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിന് ക്ഷാമവും മഴയും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് വെള്ളം അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയിട്ട് വേണം. അത് നമ്മൾ ഇങ്ങനെ ടാങ്കിലേക്ക് അടിച്ചേക്കുക. അപ്പോൾ ഞാൻ 2 ദിവസം കൂടുമ്പോൾ ചെടികളൊക്കെ നനയ്ക്കാറുള്ളൂ. അതുപോലെ എനിക്ക് താമരകളുണ്ട്. താമരയിലും ഒരുപാട് വെള്ളം വേണം. അപ്പോൾ അതൊക്കെ കാരണം കേട്ടോ ഞാനിങ്ങനെ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഈ ചെയ്യുന്നതിൻ്റെ ഗുണം. ഞാനിതൊരു വീഡിയോയിൽ, യൂട്യൂബിൽ തന്നെ ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് ഇങ്ങനെ. അപ്പോൾ കണ്ടത് ഡ്രൈ ആയി കിടക്കുന്ന 2 ദിവസം ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട്, 2ാമത്തെ ദിവസം ഞാൻ വെള്ളം ഒഴിക്കാറുള്ളൂ. അപ്പോൾ അതിന് വലിയൊരു അനുഗ്രഹമാണ് ഇങ്ങനൊരു ഇത് വെച്ച് കഴിഞ്ഞാൽ. പേപ്പറുകളും ചട്ടകളും അടിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ദിവസത്തിൽ കൂടുതൽ വെള്ളം നിൽക്കുന്ന ഒരവസ്ഥയാണ് കേട്ടോ, വെള്ളത്തിൻ്റെ നീർവാഴ്ച. അതുപോലെ ഇങ്ങനെ ചട്ടകൾ കത്തിക്കുന്ന പകരം ഇങ്ങനെ ചെയ്താൽ മതി. ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ നല്ലൊരു വിജയത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. അതുപോലെ ഇതിൽ ഞാൻ ബോഗൺവില്ലയാണ് നട്ടിട്ടുള്ളത്. അതിലും ബോഗൺവില്ലയാണ് ഞാൻ കാണിച്ചതിൽ നട്ടിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഞാൻ പയർ വെച്ചപ്പോൾ 2 വിത്ത് ഞാൻ വെറുതെ ഒന്ന് പാവി നോക്കിയതാട്ടോ. അതൊന്നും അതിലെങ്ങനെ ആവും എന്നുള്ളത് നോക്കിയതായിരുന്നു. അപ്പോൾ അത് നല്ല 2 ദിവസം ഒന്നും വെള്ളം പാർന്നില്ലെങ്കിലും നല്ല തളിർത്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ എല്ലാവരും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്യണേ. അതെ, ഞാൻ നിറയ്ക്കാമെന്ന് പറഞ്ഞിട്ട് നിറയ്ക്കുകയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് കൈക്കോട്ട് മേടിച്ചിട്ട്. അതിലെവിടെ മണ്ണ്? ദേവിൻ്റെ ഫോണ്. ഞാൻ കളിക്കണം, മാറിക്ക. ഞാൻ മാറിയിട്ടോളാം. ഇടേ മാറ്. ഞാൻ മാറിയിട്ട കുട്ടി.